പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി 3 വെള്ളിയാഴ്ച ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ്: ഡിസംബർ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ജനുവരി 2 വ്യാഴാഴ്ച, അതായത് ഇന്നലെയോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഡിസംബർ 3 വെള്ളി ഇന്ന് റേഷൻ കടകൾ അവധിയാണ്. അതിനാൽ 2025 ജനുവരി മാസത്തെ റേഷൻ വിതരണം നാളെ, അതായത് ജനുവരി 4 ശനിയാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക എന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നു. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകാർക്ക് ഓരോ മാസവും ലഭിക്കുന്ന വിഹിതങ്ങൾ തന്നെയാണ് ഈ മാസവും വിതരണം ചെയ്യുന്നത്. APL കാർഡായ നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കുന്നതോടൊപ്പം തന്നെ അധിക വിഹിതമായി 3 കിലോ അരിയും കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. കഴിഞ്ഞ മാസം 5 കിലോ അരി ആയിരുന്നു വെള്ള റേഷൻ കാർഡുകാർക്ക് ലഭിച്ചത്. അത് ഈ മാസം 1 കിലോ കൂടി കൂട്ടി 6 കിലോ ആക്കിയിട്ടുണ്ട്. ജനുവരി മാസത്തെ റേഷൻ വിഹിതം നാളെ മുതൽ വിതരണം തുടങ്ങുന്നതിനാൽ നാളെ തന്നെ റേഷൻ കടകളിലേക്ക് റേഷൻ വാങ്ങുവാനായിട്ട് ചെല്ലാവുന്നതാണ്. രണ്ടാമത്തെ അറിയിപ്പ്: പുതുവർഷത്തിൽ കർഷകർക്ക് വേണ്ടി കോടികളുടെ പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ്. പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് വിളകൾക്ക് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന 2025-26 വർഷത്തേക്ക് നീട്ടിയും വിഹിതമായി 69,515 കോടിയായി ഉയർത്തിയും കർഷകർക്ക് ലഭിക്കുന്ന പുതുവർഷ സമ്മാനം ആണിത്. ഈ വർഷത്തെ ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യങ്ങൾ അംഗീകരിച്ചിരുന്നത്. 4 കോടി കർഷകർക്ക് ഫസൽ ബീമ യോജനയുടെ പ്രയോജനം ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ അറിയിപ്പ്: പുതുവർഷത്തിൽ വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില 16 രൂപ 50 പൈസ കുറച്ചിരിക്കുകയാണ് പൊതുമേഖല എണ്ണ കമ്പനികൾ. റെസ്റ്റോറന്റുകൾക്കും കാറ്ററിംഗ് സർവീസ് നടത്തുന്നവർക്കൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക. തുടർച്ചയായി 5 മാസം വില വർദ്ധിപ്പിച്ച ശേഷമാണ് ആദ്യമായി വിലയിൽ കുറവ് വരുത്തിയിരിക്കുന്നത്. 5 മാസം കൊണ്ട് 173 രൂപയുടെ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇതോടൊപ്പം വിമാന ഇന്ധന വിലയും കുറച്ചിട്ടുണ്ട്. 1 കിലോ ലിറ്റർ വിമാന ഇന്ധന വിലയിൽ 1400-ലധികം രൂപയാണ് കുറച്ചിരിക്കുന്നത്. നാലാമത്തെ അറിയിപ്പ്: പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണിത്. ജനുവരി മാസത്തിലെ ആദ്യ ആഴ്ചകളിൽ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ജനുവരി ആദ്യ ആഴ്ചകളിൽ പെൻഷൻ വിതരണം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നത്. സാധാരണഗതിയിൽ പെൻഷൻ വിതരണം ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കും ഈ മാസവും. 20-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിലായിരിക്കും പെൻഷൻ പ്രഖ്യാപിക്കുന്നതും വിതരണം ചെയ്യുന്നതും. കുടിശ്ശിക പെൻഷനിൽ 1 ഗഡു കൂടി ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതിനാൽ ജനുവരി മാസത്തിലോ ഫെബ്രുവരി മാസത്തിലോ അല്ലെങ്കിൽ മാർച്ച് മാസത്തിലോ ഈയൊരു കുടിശ്ശിക പെൻഷൻ വിതരണം കൂടി സംസ്ഥാനത്ത് നടന്നേക്കും. അതിനാൽ ഈ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസം തനത് മാസത്തെ പെൻഷനോടൊപ്പം കുടിശ്ശിക പെൻഷനും ചേർത്ത് 3200 രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനിയും വീഡിയോ തുടർന്ന് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.